ആശാ വർക്കേഴ്സിന്റെ സമരം അത് കുറേ ദിവസമായി ഇങ്ങനെ തുടരുന്നുണ്ട്. ഇപ്പോൾ അനിശ്ചിതകാല പണിമുടക്കിലേക്ക് അവർ നീങ്ങുന്നു എന്നൊരു വാർത്ത വരുന്നു. അതായത് അവരുടെ സമര രീതി അവർ മാറ്റുകയാണ്. ഇന്നു മുതൽ സേവനത്തിന് ഇറങ്ങില്ല, ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കും വരെ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം തുടരാനാണ് ഇപ്പോൾ ആശാ വർക്കേഴ്സിന്റെ തീരുമാനം. തിരുവനന്തപുരത്ത് നിന്ന് വി ജയശങ്കറാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ജയശങ്കർ, വെരി ഗുഡ് മോർണിംഗ്. ആശാ വർക്കർമാരുടെ ആ സമരത്തിന്റെ രൂപം മാറുകയാണ്, ഭാവം മാറുകയാണ്. അപ്പോൾ ഇന്നു മുതൽ എന്തായിരിക്കും പുതിയ സമര രീതി? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന ആൻഡ് പ്രജിൻ. എന്തായാലും ആശാവർക്കർമാരുടെ സമരം 11ാം ദിവസവും വിജയകരമായി പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മഹാസംഘം ഉൾപ്പെടെ നടത്തിയിരുന്നു. എന്തായാലും ഇന്നു മുതൽ ജോലിക്കിറങ്ങേണ്ട എന്നൊരു തീരുമാനത്തിലാണ് ആശാവർക്കർമാർ എത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നോട്ടീസ് സർക്കാരിന് നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നു മുതൽ ആശാവർക്കർമാരുടെ സേവനം സംസ്ഥാനത്ത് ഒരു പരിധിവരെ ഉണ്ടാകില്ല. ഇനി ആരെങ്കിലും ഈ സമരത്തിന് വിരുദ്ധമായി ജോലിക്ക് ഇറങ്ങുമെന്ന കാര്യം മാത്രമാണ് പരിശോധിക്കേണ്ടത്. എന്തായാലും ഈ ആവശ്യങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കും വരെ സമരം തുടരാനാണ് നിലവിൽ തീരുമാനം. ഇവർക്ക് ഉപാധിരഹിത ഓണറേറിയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ നേരത്തെ ഈ സമരത്തിന്റെ ഭാഗമായി അനുവദിച്ചിരുന്നു. പക്ഷെ അപ്പോഴും ഈ പെൻഷനാകുന്ന ഘട്ടത്തിൽ ഉള്ള പണം ഉൾപ്പെടെ കുറച്ചധികം ഇവരുടെ പ്രധാന ആവശ്യങ്ങളുണ്ട്. അതിലൊന്നും സർക്കാർ അനുകൂല നിലപാട് പറയുന്നില്ല. കഴിഞ്ഞ ദിവസം മന്ത്രി വീണ ജോർജ് പറഞ്ഞത് കേന്ദ്രം 100 കോടി തരാനുണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡൽഹിയിൽ പോയി സമരം ചെയ്യും, ഞാനും ഒപ്പം വരാമെന്നൊരു പരാമർശമൊക്കെയാണ് നടത്തിയത്. എന്തായാലും ആശാവർക്കർമാരുടെ സമരം പുരോഗമിക്കുന്നു. ഇന്നും ഈ സമരപ്പന്തൽ നിറഞ്ഞു കഴിയാനുള്ളൊരു സാധ്യതയാണ്. പ്രതിപക്ഷം ഉൾപ്പെടെ ഈ സമരത്തെ പിന്തുണയ്ക്കുന്നു. പ്രത്യേകിച്ച് ഈ PSC അംഗങ്ങൾക്കും ചെയർമാനുമൊക്കെ വേതന വർധന ഉയർത്തിയപ്പോഴും ഈ 7,000 രൂപ തുച്ഛമായ ഒരു ദിവസം 234 രൂപയൊക്കെ വാങ്ങിക്കുന്ന ഇവരെ പരിഗണിക്കാത്തതിൽ വലിയ അമർഷമുണ്ട്. മൊത്തത്തിൽ പ്രതിപക്ഷ പിന്തുണ ഇവർക്കുണ്ട്. അങ്ങനെ സമരം പുരോഗമിക്കുകയാണ്. ഇന്നു മുതൽ ആശാവർക്കർമാരുടെ പണിമുടക്കുണ്ട്. അതെങ്ങനെ തദ്ദേശ തലത്തിൽ പ്രതിഫലിക്കുമെന്നത് വരും മണിക്കൂറിൽ കാണണം. ആരോഗ്യവകുപ്പ് എന്തായാലും കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുന്നുണ്ട്. ഇനി മറ്റെന്തെങ്കിലും തീരുമാനം വരണമെങ്കിൽ അത് മുഖ്യമന്ത്രിയോ ധനകാര്യമന്ത്രിയോ തീരുമാനിക്കണമെന്നാണ് വീണ ജോർജ് പറയുന്നത്. തങ്ങളാൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും സമരം പുരോഗമിക്കുകയാണ്. ക്രിസ്റ്റീന, പ്രജിൻ. ശരി. വി ജയശങ്കറാണ്. നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് ആശകളുമായി കടന്നു വരുന്ന ആശാ വർക്കേഴ്സ് അവരുടെ ജീവിതത്തിൽ ആശയ്ക്ക് വകയില്ലാതെ നടത്തുന്ന ആ സമരത്തിൽ തീരുമാനമാകട്ടെ എത്രയും വേഗം എന്നാണ് നമുക്ക് പറയാനുള്ളത്.